പതുക്കെ തുമ്പി. നീ എന്തിനാ അമ്മയെ ഇപ്പൊ വിളിക്കുന്നേ? അതിന് ഞാൻ ചേച്ചിയല്ലല്ലോ വിളിച്ചേ, അമ്മയല്ലേ. അമ്മേ. എന്താ തുമ്പി, എന്തിനാ നീ വിളിച്ചു കൂവുന്നേ? അമ്മേ, നോമ്പ് തുടങ്ങി. അതിന് നിനക്കെന്താ, നീ നോമ്പ് നോൽക്കുന്നുണ്ടോ? ഓ എന്റെ അമ്മേ, അതല്ല. നോമ്പിന് നല്ല പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാവും. അത് ആലോചിക്കുമ്പോ തന്നെ വായില് വെള്ളം വരുന്നേ. എനിക്ക് കൊതിയാവുന്നു അമ്മേ. ശരിയാ, ഇന്ന് ഉസ്മാന്റെ വീട്ടിലൊക്കെ നല്ല രസമായിരിക്കും. അവിടെ നിന്ന് പത്തിരി ആയിരിക്കില്ല അമ്മേ? അതെ, നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കണം. ഓവേ, അത് നമുക്കറിയോ? അതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? പിന്നല്ലാതെ. അമ്മേ, ഇച്ചം വേണം പത്തിരിയും ചിക്കൻ കറിയും. നിനക്ക് തരൂല, നീ കുറുമ്പനാ. നീ പോടി, നീയെ കുറുമ്പി. അമ്മേ, അമ്മ കേട്ട ചേച്ചി പറയുന്നേ. നിങ്ങളൊന്നും മിണ്ടാതിരി, എല്ലാവർക്കും അമ്മ ഉണ്ടാക്കി തരും. ചേച്ചി. എന്താ? ചേച്ചി, നമുക്ക് ഇന്ന് ഉസ്മാന്റെ വീട്ടിൽ പോയാലോ? ഒന്ന് പോടി, അമ്മ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ പോകുന്നേ? അമ്മ അറിഞ്ഞാലുണ്ടല്ലോ, മോളെ അറിയാലോ. എന്നാലും ചേച്ചി, എനിക്ക് കൊതിയാവുന്നു. വാ ചേച്ചി, നമുക്ക് പോയി നോക്കാം. അമ്മ ഒന്നും അറിയത്തില്ല. ഞാനൊന്നുമില്ല തുമ്പി, നീ പൊക്കോ. ആവണേ, ദാമ്മേ വരുന്നു. ഷോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേച്ചി ഇല്ലാന്ന് പറഞ്ഞ് ഇനിയിപ്പോ എങ്ങനെ ഒറ്റക്ക് പോവാ? ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, ചേച്ചിയുടെ മോൻ പോരുന്നുണ്ട് ചേച്ചിയുടെ കൂടെ. നമുക്ക് പോയാലോ? ഞാൻ റെഡി, നമുക്ക് പോവാം. അമ്മ കാണാതെ. എന്നാ മെല്ലെ മിണ്ടാതെ വാ, അമ്മ കാണാതെ നമുക്ക് പോവാവേ. ശരി. ഉസ്മാനെ. എന്താ ഉമ്മി? മോൻ വന്ന് ഉമ്മിയെ ഒന്ന് സഹായിക്ക്. നമുക്ക് പത്തിരിയും ചായയൊക്കെ ഉണ്ടാക്കണ്ടേ? ഓ, എനിക്കൊന്നും വയ്യ ഉമ്മി, ഞാൻ ക്ഷീണിച്ച് നോമ്പ് നോറ്റ്. ഉമ്മി തന്നെ ചെയ്തോ. ഉമ്മിയുടെ നല്ല മോനല്ലേ, നീയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സഹായമാവുമല്ലോ. മോൻ വന്ന് ഒന്ന് സഹായിക്ക്. പിന്നെ നോമ്പ് നോറ്റ് ഉമ്മിയെ സഹായിച്ചാലേ അല്ല മോന് നല്ല പ്രതിഫലം തരും. എന്നാ ഞാൻ കുറച്ച് സഹായിക്കാം. ഞാൻ പത്തിരി പരത്തി തരാം, ഉമ്മ ചുട്ടുക്കോ. എന്നാ നമുക്ക് വേഗം തുടങ്ങാം. ഉണ്ണിക്കുട്ടാ, നല്ല മണം പത്തിരിയുടെ. പത്തിരി ചുടുന്നുണ്ട് തോന്നുന്നു ഉമ്മി. ഉസ്മാനെ, ഞാൻ ഇവിടെ ഉണ്ട്. ആരാ, തുമ്പിയാണോ? അതെ, നീ കളിക്കാൻ വരുന്നില്ലേ? ഏയ് ഇല്ല, ഞാൻ ഉമ്മിയെ സഹായിക്കാം. എനിക്കിന്ന് നോമ്പാണ്, എനിക്ക് വയ്യ കളിക്കാൻ. നീ ഇങ്ങോട്ട് വാ. ആരൊക്കെയാ വന്നിരിക്കുന്നേ? ഉണ്ണിക്കുട്ടനുണ്ടല്ലോ. ഹലോ ഉസ്മാനെ, നിനക്കിന്ന് നോമ്പാണോ? നീ സത്യം പറ. നീ വെറുതെ പറയണ്ട, നീ നോമ്പ് കള്ളനല്ലേ? അല്ലടി, ഇന്ന് സത്യമായിട്ട് എനിക്ക് നോമ്പുണ്ട്. വേണമെങ്കിൽ ഉമ്മയോട് ചോദിച്ചു നോക്ക്. ശരിയാണോ ഉമ്മി? അവൻ നോമ്പ് എടുത്തിട്ടുണ്ടോ? ശരിയാ തുമ്പി, ഇന്ന് അവൻ നോമ്പ് എടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തി. അല്ല ഉസ്മാനെ, വേഗം ബാക്കി പരത്തിയുടെ. ഞാന് തുമ്പിക്കും ഉണ്ണിക്കുട്ടനും പത്തിരി എടുത്തു കൊടുക്കട്ടെ? ശരി ഉമ്മി, അത് ഞാൻ ഏറ്റു. പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തോളി പാത്തുമ്മ. ഹായ്, നല്ല രുചിയുണ്ടല്ലേ തുമ്പി ചേച്ചി. അമ്മയോട് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കി തരാൻ പറയണം. എന്റെ ഉണ്ണിക്കുട്ടാ, ഉമ്മ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ നൈസ് ആയിട്ടുള്ള പത്തിരിയൊന്നും നമ്മളെ അമ്മക്ക് ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഇത് നൈസ് പത്തിരിയാണ്, എന്ത് സോഫ്റ്റ് ആണെന്നറിയോ? നല്ല രസാ കഴിക്കാന്. അല്ല, രണ്ടുപേരും വർത്താനം പറഞ്ഞിരിക്കുകയാണോ? നിങ്ങൾ കഴിച്ചു മക്കളെ? ഇവര് രണ്ടും കൂടെ എന്റെ നോമ്പൂടെ മുറിക്കുന്ന തോന്നുന്നേ. ഒന്ന് പോടാ. അല്ലമ്മി, പാത്തൂന് നോമ്പില്ലേ? ഇല്ല, അവള് ചെറുതല്ലേ, അവളെ കൊണ്ട് ഞാൻ നോൽപ്പിച്ചിട്ടില്ല. ഇന്നലെ തന്നെ നോൽപ്പിച്ചത് അവള് വാശി പിടിച്ചിട്ടാ. അവള് ക്ഷീണിക്കും. അത് ശരിയാ, ഒന്നും തിന്നാതിരിക്കണ്ടേ, വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് അവളെവിടെ ഉമ്മി? അവളവിടെ ഉറങ്ങാ. അവക്കൊന്നും അറിയണ്ടല്ലോ, ഉറങ്ങിയാ മതിയല്ലോ. ഞാനിവിടെ പത്തിരി പരത്തി കുഴങ്ങി. ഒന്ന് പോടാ, അവള് ചെറുതല്ലേ, വലുതാകുമ്പോ അവള് എന്നെയും നിന്നെയും ഒക്കെ സഹായിക്കും. പിന്നെ സഹായിച്ചത് തന്നെ ഉമ്മി നോക്കി നിന്നു. ഉമ്മി, എന്നാ ഞങ്ങൾ പോയാലോ? ഉസ്മാനെ, നീ ഇന്ന് കളിക്കാനില്ലല്ലോ? ശരി മക്കളെ, അവന് ഇന്ന് വരാൻ പറ്റില്ല. ഉമ്മി ഒരു ദിവസം നിങ്ങളെല്ലാവരെയും നോമ്പ് തുറക്കാൻ വിളിക്കട്ടോ. ശരി ഉമ്മി, ഞങ്ങൾ പോവാണേ. ശരി, ശ്രദ്ധിച്ചു പോണേ, ഉണ്ണിക്കുട്ടനെ നോക്കിയേക്കണേ.